നമസ്കാരം സുഹൃത്തുക്കളെ, 2025 അവസാനവും 2026 പുതിയ സ്വപ്നങ്ങളുമായുള്ള ചുവടുവയ്പ്പുകളും നിങ്ങൾക്കേവർക്കും പോട്ടാൻ പാനിന്റെ പേരിൽ നവവത്സര ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരണം നൽകേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. 2026 കടക്കുന്ന ഈ അവസരത്തിൽ നമ്മൾക്ക് ചില അറിവുകൾ കൂടി ഈ വീഡിയോയിലൂടെ പങ്കുവച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇന്ന് നാം ഉണ്ടാക്കുന്ന വിഭവം കണ്ടും വായിച്ചും മനസ്സിലാക്കുന്നതിനോടൊപ്പം ചില ചെറിയ ചെറിയ അറിവുകൾ നമ്മൾക്ക് പരസ്പരം പങ്കുവെക്കുവാനും സാധിക്കും എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഇന്ന് നമ്മുടെ വിഭവത്തിലെ പ്രധാന കഥാപാത്രം ഷിംല മിർച്ച് എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ ക്യാപ്സിക്കം എന്നോ ബെൽ പെപ്പർ എന്നോ പറയാവുന്ന ഒരു മുളകാണ്. മലയാളത്തിൽ സാധാരണ ബജി മുളകെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ബജി ഉണ്ടാക്കുമ്പോൾ ആ മുളകിനെ ബജി മുളക് എന്ന് പറയും. നിങ്ങളുടെ അറിവിൽ ഈ മുളകിന് മലയാളത്തിലുള്ള പേര് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഏതായാലും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് മിർച്ച് ബജി അല്ലെങ്കിൽ മുളക് ബജി എന്ന് പറയുന്നത്. മലയാളിക്ക് എന്തിനോടെങ്കിലും താല്പര്യം കൂടിപ്പോയാൽ പിന്നെ അത് നാട്ടിൽ പെട്ടെന്ന് വൈറലാകും. അതുപോലെ വൈറലായ ഒന്നാണ് 4 മണി ചായക്കൊപ്പം ഇപ്പോൾ എല്ലാവരും തിന്നുവാൻ കൊതിക്കുന്ന മുളക് ബജി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ബംഗാളി ഭായിമാരെ പോലെ ഉത്തരേന്ത്യയിൽ നിന്നും കുടിയേറിയ ഒരു 4 മണി പലഹാരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മുളക് ബജി. അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ മിർച്ച് ബജിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടി ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ ചില വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്യാപ്ഷനുകളായി. ആ ക്യാപ്ഷനുകൾ സശ്രദ്ധം വായിച്ചാൽ നിങ്ങൾക്ക് ചില ചെറിയ അറിവുകൾ ലഭിക്കും എന്ന് കരുതുന്നു. ഏതായാലും നമ്മൾ ഉൾപ്പെടുത്തിയ ക്യാപ്ഷനുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. കേവലം കുക്കിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ അറിവും കൂടുക എന്ന ഒരു ആഗ്രഹം കൂടി പോട്ടാൻ പാനിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ക്യാപ്ഷനുകൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഒപ്പം ഇതിൽ ഉൾപ്പെടുത്താവുന്ന ഇത്തരം അറിവുകളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പറഞ്ഞു വന്നത് മിർച്ച് ബജിയെക്കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങളായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം 4 മണി പലഹാരം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമെന്ന നിലയിൽ മാറിയിട്ടുണ്ട്. പരിപ്പുവട, ബോണ്ട, വെട്ടുകേക്ക്, മടക്ക് സാധനം, ഇങ്ങനെ പല രീതിയിലുള്ള 4 മണി പലഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. എങ്കിൽ കൂടിയും കേരളത്തിൽ പൊതുവായി നമ്മൾ കാണാത്ത ഒന്നാണ് മിർച്ച് ബജി. നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്തരേന്ത്യയിൽ നിന്നും കടമെടുത്തതാണ് മിർച്ച് ബജി എന്ന് പറയാം. കാരണം ഇതിലുപയോഗിക്കുന്ന ഷിംല മിർച്ച് ഉത്തരേന്ത്യയായ ഹിമാചൽ പ്രദേശിലാണ് ആദ്യമായി വന്നതെന്ന് വിചാരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അറിവുകൾ ഉണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുകയാണ്. നാട്ടിൽ ഹോട്ടലുകളിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ബംഗാളി ഭായിമാരാണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ വിഭവങ്ങൾ കേരളത്തിൽ നല്ല രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുളക് ബജി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഉത്തരം എഴുതുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഉത്തരവുമായി നിങ്ങൾക്ക് യോജിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി രേഖപ്പെടുത്തുക. എൻ്റെ ഉത്തരം, മുളക് ബജിക്കുള്ള മുളക് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിന് എരിയുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് എങ്ങനെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനാവും? ഒരു കടയിൽ പോയി മുളക് ബജിക്കുള്ള ബജി മുളക് വാങ്ങുമ്പോൾ അതിന് എരിയുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? അതിനുള്ള ഉത്തരം കൂടി കണ്ടെത്തുമ്പോഴേക്കും നമ്മളുടെ മുളക് ബജി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ മുളക് ബജി ഒന്ന് ഉണ്ടാക്കി നോക്കുക.